അയ്യോ പാമ്പ് ഓടി 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 പാമ്പ്. അയ്യോ ഇവിടെ നോക്കിയേ എൻ്റെ ദൈവം. സംഭവം ഇവിടെ എത്തിയാൽ മതി ഇതിലോ. ഞാൻ ഈ പാറയുടെ സൈഡിലേക്ക് ഈ പാറയിട്ട് കയറി അകത്തേക്ക് കയറി ഇങ്ങനെ ആ പാറയിലോട്ട് ചാടി ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. അത്ര ചെയ്താൽ മതി. പക്ഷെ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല എനിക്ക്. ആനപ്പാറ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിയാണത്. വഴിയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വെള്ളം ഒഴിയ ചാല്. നല്ല കയറ്റമാണ്. പതുക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 2 മണി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വ്യൂ പോയിൻ്റ് കാണാനാണ്. ആനപ്പാറ വ്യൂ പോയിൻറ്റ്, തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആ കയറ്റം കയറി വന്ന് അണച്ച് നല്ലപോലെ കേട്ടോ. അതാണ് ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തൊടുപുഴ ടൗണിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു നൈറ്റ് ലൈഫ് വീഡിയോ. അത് കാണാത്തതുകൊണ്ട് അതൊന്ന് കണ്ടിട്ട് ഇത് കാണുക. ഇത് കണ്ടിട്ടല്ലേ അത് കണ്ടാലും മതി കേട്ടോ. ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ അതിമനോഹരമായ കാഴ്ചയാണ്. അത് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കാണും. ഇതാണ് ആനപ്പാറ വ്യൂ പോയിന്റ് കേട്ടോ. ഇങ്ങനെ കണ്ടോ നമ്മൾ ആ താഴെ കാണുന്ന ആ വഴി കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അതിലേ വന്ന് ആ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ടാണ് വന്നത്. ഈ പാറയുടെ അങ്ങാറ്റത്തോട്ടൊക്കെ ഇനി പോകണ്ട കേട്ടോ. ഇതിവിടെ ഞാൻ ഏറ്റവും സൈഡിലെത്തിയതുള്ളൂ. ഇനി അങ്ങോട്ടാണ് കാഴ്ചകൾ മൊത്തമുള്ളത്. ഞാനവിടെ ഏറ്റവും തുമ്പത്ത് വന്നാൽ കേട്ടോ വ്യൂ. ആട്ടോ നോക്കുമ്പോൾ പേടിയാവും. അതുപോലെ തട്ടുതട്ടായിട്ട് കിടക്കും, 2 തട്ടായിട്ട് കിടക്കും കേട്ടോ. അങ്ങ് താഴെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പാറയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോവാം. ഇവിടെ നല്ല കാറ്റാണ്. അവിടെ കയറി ഇത്ര നേരം കയറ്റം കയറി വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറും കേട്ടോ. ഇവിടെ വരുമ്പോൾ പിന്നെ പാറ ഇടയ്ക്ക് മഴ പെയ്ത് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് പോവാം. ഏറ്റവും ടോപ്പിലേക്കാണ് കയറി പോകുന്നത്. പാറയുടെ ഒരു സൈഡല്ലേ ഇപ്പം വ്യൂ കണ്ടേ. ഇനി നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് വ്യൂ കേട്ടോ. ഈ അങ്ങോട്ട് പോവാം. ഒയ്യോ അങ്ങോട്ട് നോക്കിയേ. മതിയായ വ്യൂ, അടിപൊളി. പാറ ഇപ്പം ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അവിടെ ഉണ്ടുകൊണ്ട് കുറേ പാറകൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ മുകളിൽ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. വൈകുന്നേരങ്ങളും രാവിലെയും വന്നാലാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏറ്റവും ഭംഗിയാവുന്നത്. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആട്ടോ ഇവിടെ, നല്ല കോടയുള്ള സമയത്ത്. അതുകൊണ്ട് ഇവിടെ രാവിലെയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. അത് രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ 6 മണിയൊക്കെ വന്നാൽ ഇവിടെ മതിയായ വ്യൂ കേട്ടോ. ആനപ്പാറ എന്ന് പറഞ്ഞ പാറ സത്യത്തിൽ ഇതല്ല കേട്ടോ. ആനപ്പാറ എന്ന് പറയുന്ന പാറ ആ കാണുന്ന കേട്ടോ, അതാണ് ആനപ്പാറ. അതാണ് താഴെ ആ റോഡില്ലേ, ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കറക്റ്റ് ആനയുടെ ഷേപ്പിൽ കാണുന്ന ആ പാറയുടെ അങ്ങ് മറുവശം കേട്ടോ. എന്നിട്ട് ആ വഴി ഇന്ന് കറക്റ്റായിട്ട് കാണാം. ഏഴൂർ തൊടുപുഴയ്ക്കുള്ള വഴി കേട്ടോ. അങ്ങ് കാണുന്നത് അല്ലസർ കോളേജാണ്, മെഡിക്കൽ കോളേജാണ്. നമുക്ക് ആ കാണുന്ന പാറയുടെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ നിന്ന് നല്ല വ്യൂ കിട്ടുമായിരിക്കും. അങ്ങോട്ട് പോവേ, കയറാൻ പറ്റുമായിരിക്കണം. ഇവർക്ക് ആ കയറിപ്പോകുന്ന പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ നടന്ന് ഇവിടെ വരെ വന്നിട്ട് കയറാതിരിക്കുന്ന മോശം. ഇവിടെ ഇഷ്ടം പോലെ കുപ്പിയൊക്കെ കിടപ്പുണ്ട്. തീപ്പെട്ടി, കൂട്, ബിയർ കുപ്പി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. എന്നാ ആളില്ല ഇവിടെ കയറാം കേട്ടോ. ഇനി തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് എങ്ങനെയാണെന്നൊരു വിരുദ്ധമില്ല. കയറാൻ എളുപ്പം കേട്ടോ. ഏതായാലും കയറി. അയ്യോ, ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് കയറുന്ന എങ്ങനെ? ഇവിടെ നിന്ന് പെട്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുക. ഇവിടുന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ ഇതിലേ കയറുന്നത് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പാറയുടെ ഈ ടോപ്പിൽ കയറണം ഇതിലേ കയറാം.
വന്നിട്ട് ഞാൻ സ്റ്റക്കായിപ്പോയി. ഇതിപ്പോൾ ഉരുണ്ട് നിൽക്കുന്ന പാറയായതുകൊണ്ട് റിസ്ക്. തിരിച്ചിറങ്ങാൻ പറ്റുമല്ലോ, അതാ വിഷയം. കയറി കഴിഞ്ഞാൽ സംഭവം ഇവിടെ എത്തിയാൽ മതി. ഇതല്ലോ ഞാൻ ഈ പാറയുടെ സൈഡിലാണ് നിൽക്കുന്നത്. ഈ പാറയിലോട്ട് കയറി അകത്തേക്ക് കയറി ഇങ്ങനെ ആ പാറയിലോട്ട് ചാടി ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. അത്രയും ചെയ്താൽ മതി. പക്ഷെ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല എനിക്ക്. കയറണോ വേണ്ടേ നിങ്ങൾ ആലോചിക്കുക. കയറാമല്ലേ, ഇങ്ങനെ കയറിയില്ലേ. എനിക്കൊരു മിനിറ്റ് അല്ല കയറി ഒരു വിധത്തി. ഇനി എങ്ങനെ തിരിച്ചിറങ്ങുമെന്ന് അറിയത്തില്ല. അയ്യോ, ഇവിടെ നോക്കിയേ, എൻ്റെ ദൈവം. മുകളിൽ നോക്കുമ്പോൾ ചെറിയ പാറ പോലെ ഒന്നെങ്കിലും ഇതുണ്ട്. ഇതൊക്കെയാ പാറകൾ. ഈ പാറകളുടെയൊക്കെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന വലിയ പാറ കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. മഴക്കാറ് മൂടി നിൽക്കും. ഇപ്പം മഴ പെയ്യാൻ താഴ്ന്നുണ്ട്. ഇപ്പം എന്നെ മഴ പെയ്യുവാൻ അടിപൊളി കേട്ടോ. അതുണ്ടോ ആ മല കണ്ടോ, അതൊക്കെ തെളിഞ്ഞു വന്നു, ഇരുണ്ട് മൂടി വന്നു. ഇങ്ങനെ നിരനിരയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. രാവിലത്തെ കാഴ്ചകളാണ് അതിമനോഹരം. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അടിപൊളി വീഡിയോ വന്നിട്ടുണ്ടോ ചാനലിൽ. പിന്നെ തൊടുപുഴ നൈറ്റ് ലൈഫ് വീഡിയോ, അടിപൊളി വീഡിയോ കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. എന്നാളും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനും തന്നെ ഇത് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പേര് കാണുന്നുണ്ട് കേട്ടോ. 1K ഒക്കെ അടിക്കുന്നുണ്ട് ചില സമയത്ത് വീഡിയോയെ. എന്നിട്ടും അതുപോലെ ലൈക്കും ഇല്ല, സബ്സ്ക്രൈബും ഇല്ല കേട്ടോ. സബ്സ്ക്രൈബൊക്കെ തീരെ കുറവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാട്ടോ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം കേട്ടോ. അല്ല ഞാനിപ്പോൾ ഈ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കും കേട്ടോ. പരുന്ത് പൊങ്ങി പറക്കുന്നുണ്ട് ഇവിടെ. പരുന്ത് വന്ന് തലക്കെട്ട് കൊത്തുമെന്ന് അറിയത്തില്ല. ഇവിടെ താട്ടിറങ്ങാതെ ഇനി ഇവിടെ നിന്ന് താട്ടിറങ്ങാൻ അതിനും വലിയ റിസ്ക് കേട്ടോ. കയ്യാല കയറുമെന്ന് പറയല്ലേ, ഏതാ അവസ്ഥയായിപ്പോയി. ഇനി ആ പാറയുടെ മുകളിലേക്ക് ചാടിയ സേഫായി. എൻ്റെ അമ്മ രക്ഷപ്പെട്ടു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. ഓക്കെ ഉണ്ട് ഇതുണ്ടോ, അടിപൊളി. ഇതുണ്ടോ പാറയുടെ രണ്ട് പാറയുടെ ഇടയ്ക്കാട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി നിൽക്കാം. മഴ പെയ്താൽ നനയും കേട്ടോ. മഴ പെയ്ത രണ്ട് പാറ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുക. അതുകൊണ്ട് ഒരു പാറ നിൽക്കുന്നുണ്ട്. തള്ളി ഇട്ടാലോ, താട്ട് ഇല്ല, തള്ളിയിട്ടാൽ ഇങ്ങനെ പോകുന്നു. തള്ളിയിടാൻ പറ്റത്തില്ല കേട്ടോ, വലിയ പാറ കേട്ടോ. ഈ പാറയൊക്കെ ഉണ്ടോ. അയ്യോ പാമ്പ്. അയ്യോ പാമ്പ് കടിച്ചേ. അങ്ങനെ സൈഡിൽ കൂടെ പോയാൽ കടിക്കത്തൊന്നുമില്ല. എൻ്റെ അവിടെ തണുപ്പ് പറ്റിയിരിക്കുന്നതായിരിക്കും. പാറയ്ക്ക് ചെറിയ ചൂട്. അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. വേറൊരു പണിയില്ലായിരിക്കും കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വീഡിയോ ഇടുന്നൊന്നുമില്ല. ഇടയ്ക്കും മുട്ടിനൊക്കെ ഇടുന്നുണ്ട്. ആ തക്കം നോക്കിയിരുന്ന് നിങ്ങൾ കണ്ടോളം വീഡിയോ. നല്ല കാണാൻ കിട്ടത്തില്ല. യൂട്യൂബുകാർ വരെ അവോയ്ഡ് ചെയ്യുവാൻ തോന്നുന്നു നമ്മുടെ ചാനൽ. ഇപ്പം 4 വർഷം മേളിലായി. എന്നിട്ട് സബ്സ്ക്രൈബ് ഒന്നും കയറുന്നില്ല. ആദ്യം ഒരു ചാനലുണ്ടായിരുന്നു, അത് പൊട്ടി പാളിഷായി. 1K സബ്സ്ക്രൈബ് കയറി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ആയപ്പോഴത്തേക്ക് അത് കുറേ ആയി ചാനൽ തന്നെ വ്യൂ ഇല്ലാതായിപ്പോയി. അത് ഇനിയിപ്പോൾ രണ്ടാമത് തുടങ്ങി കേട്ടോ. ഇതിലൊന്ന് കനിഞ്ഞേക്കണം. വലിയ നമുക്ക് ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാവേ. അങ്ങോട്ട് പോയില്ലല്ലോ, അവിടെ പോയി അവിടുത്തെ എന്നാ സംഭവം എന്നൊക്കെ നോക്കാം. ഇതൊക്കെ തന്നെയുള്ളൂ വ്യൂ. എങ്കിലും ഇവിടെ വരെ വന്നതല്ലേ. എന്നാലും നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഇതിലേ താഴത്തിറങ്ങിയിട്ടേ അപ്പുറം സൈഡിലേക്ക് പോവാം. ഇതിലൊക്കെ നല്ല ഇരിപ്പാണ് പാറയ്ക്ക്. തെന്നിപ്പോകുന്ന ഒരു പേടി വേണ്ട. അടിപൊളി. ആ ഏരിയയിലൊക്കെ മൊത്തം കണ്ടമാണ്, ഒരു മനുഷ്യരും ഇല്ല.
കുറേ നേരം വന്നിവിടെ ചുമ്മാ ഇരിക്കണം. ഞാൻ അതൊക്കെ ഉദ്ദേശിച്ച് വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ ചാറി. ഇനി ഇവിടെ ഇരുന്നാൽ നനയുകയും ചെയ്യും. കുട ഉണ്ടെങ്കിലും വലിയ കാറ്റൊക്കെ വന്നാൽ രക്ഷപ്പെടാൻ പാടാം. രാവിലെ പറഞ്ഞു 6 മണിക്ക് ഇങ്ങോട്ട് കയറി വരാൻ ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര കുന്ന് കയറ്റവും അതുപോലെ വീടുകളുടെയൊക്കെ സൈഡിൽ കൂടെ വേണം. ഇങ്ങോട്ട് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മഴ കൂടിയ പണിയാണ്. പോയാലും ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നല്ല മഴ വരുന്നുണ്ട്. ഈ മഴയ്ക്ക് മുന്നേ ഈ മല ഇറങ്ങണം. എന്നാൽ ശരി, ഓക്കെ. ഞാൻ പോകുന്നു. അത് അങ്ങ് അറ്റത്തിൽ പോകാനുണ്ടോ അവിടെ? നല്ലപോലെ കാണാൻ പറ്റില്ല. അവിടെ പുകയുന്നുണ്ട് എന്തൊക്കെയോ.